സ്മാർട്ട് ഫോൺ പിങ്കി നിങ്ങൾക്കും പിടിപെട്ടോ? സ്മാർട്ട് ഫോൺ ഉപയോഗം കൊണ്ട് ചെറുവിരലിനെ ബാധിക്കുന്ന ആരോഗ്യ അവസ്ഥയാണ് സ്മാർട്ട് ഫോൺ പിങ്കി. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും മൊബൈൽ ഫോൺ അടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടാത്തവരാണ് നമ്മൾ. എല്ലാ ആവശ്യങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുന്നതിനാൽ രാത്രിയിലും പകലുമൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ കൂടെ കൂട്ടാറുണ്ട്. പലരും രാത്രി വളരെ വൈകി ഫോൺ ഉപയോഗിച്ച ശേഷം അത് അരികിൽ വെച്ചാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ ഉണരാനായി സഹായം തേടുന്നതും ഫോണിനെ തന്നെ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള ഗുണദോഷങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത്തരത്തിൽ ഫോൺ ഉപയോഗം കൂടുന്നത് കൊണ്ട് ആളുകളെ ബാധിക്കുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് സ്മാർട്ട് ഫോൺ പിങ്കി. പേര് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും കാര്യം അത്ര നിസ്സാരമല്ല. ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോഴോ വീഡിയോകൾ കാണുമ്പോഴോ സ്ക്രീൻ സമയത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. എത്ര സമയം ഫോണിൽ കണ്ണുനട്ടിരുന്നുവെന്ന് ആലോചിച്ച് പിന്നീട് ആശങ്കപ്പെടുന്നുമുണ്ടാവാം. എന്നാൽ ഈ ഫോൺ പിടിക്കുന്ന നിങ്ങളുടെ വിരലുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉപയോഗം കഴിഞ്ഞ് തിരികെ ഫോൺ താഴെ വയ്ക്കുമ്പോൾ ചെറുവിരലിനുണ്ടാകുന്ന വേദന പലരും അവഗണിക്കും. ഫോൺ ഉപയോഗിക്കുമ്പോൾ തള്ളവിരൽ മിക്ക ചലനങ്ങളും കൈകാര്യം ചെയ്യും. എന്നാൽ ചെറുവിരൽ താങ്ങായി ഉപയോഗിക്കുന്നത് കൊണ്ടും അതിലൂടെ അൾനർ നെർവ് സമ്മർദ്ദം വരുന്നത് കൊണ്ടും ഇത് സംഭവിക്കാം. ഇതിന് ക്യൂബിറ്റൽ ടണൽ സിൻഡ്രം അല്ലെങ്കിൽ ടെൻഡനൈറ്റിസ് എന്നിവയുമായി ബന്ധമുണ്ട്. കാരണം ഇത് വിരലിലെ ഞരമ്പിനും പേശികൾക്കും തുടർച്ചയായ സമ്മർദ്ദമുണ്ടാക്കുന്നു. സ്മാർട്ട് ഫോൺ പിങ്കി ഒരു ഔദ്യോഗിക മെഡിക്കൽ രോഗനിർണയമല്ല. എന്നാൽ ഫോണിന്റെ ദീർഘനേരത്തെ ഉപയോഗവും ഭാരവും വിരലുകളുടെ ചലനത്തെ നിർണ്ണയിക്കുന്ന ടെൻഡനോളുകളെയും അവയുടെ വഴക്കത്തെ നിലനിർത്തുന്ന ചില സന്ധികളെയും ബാധിച്ചേക്കാം. ക്യൂറിയസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ദീർഘനേരം ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ആളുകൾ നേരിടുന്ന ഇത്തരം ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. സ്മാർട്ട് ഫോൺ പിങ്കിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിരലിന്റെ സ്വാഭാവിക വിന്യാസത്തെ ബാധിക്കുന്ന പുറം സന്ധിയിലെ മർദ്ദം, വിരലുകൾക്ക് ഗ്രിപ്പ് നൽകുന്ന ടെൻഡനോണുകൾക്ക് അമിത ലോഡ് നൽകുക, കൈയുടെ വശങ്ങളിലുള്ള സംവേദനക്ഷമതയെ ബാധിക്കുന്ന ഞരമ്പുകൾക്കുണ്ടാകുന്ന ഞെരുക്കം, കൈപ്പത്തിയിലുണ്ടാകുന്ന പിരിമുറുക്കം എന്നിവയാണ്. ഇനി ചെറുവിരൽ സമ്മർദ്ദത്തിലാണെന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഓരോ ആളുകളെയും അനുസരിച്ച് അനുഭവിക്കുന്ന ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം. കൈയുടെ പുറംഭാഗത്ത് മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുക, ദീർഘനേരം ഫോൺ സംഭാഷണം നടത്തിയ ശേഷം വിരലുകളുടെ സന്ധിയിൽ വേദനയോ മുറുക്കമോ അനുഭവപ്പെടുന്നു, ചെറുവിരൽ വളയ്ക്കുമ്പോഴോ നിവർത്തുമ്പോഴോ അസ്വസ്ഥത ഉണ്ടാവുക, ശക്തി ആവശ്യമുള്ള ജോലി ചെയ്യുമ്പോൾ കൈപ്പത്തിയിൽ ബുദ്ധിമുട്ട് തോന്നുക, കൈകൾ ഉൾപ്പെടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന നീണ്ടു നിൽക്കുന്ന വേദന, സന്ധികളിലെ വർദ്ധിച്ച സമ്മർദ്ദം. വിരലുകളുടെ സമ്മർദ്ദം ഫലപ്രദമായി എങ്ങനെ തടയാമെന്ന് നോക്കാം. ഈ ഡിജിറ്റൽ യുഗത്തിൽ സ്മാർട്ട് ഫോൺ അടക്കമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാനേ ആവില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിവാക്കാം. ഒരു കൈ ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം 2 കൈകളും ഉപയോഗിച്ച് ചെറുവിരൽ ഫോൺ പിടിക്കുന്ന ഭാരം ക്രമീകരിക്കുക. കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഇടവേളകൾ എടുക്കാം. വീഡിയോകളും മറ്റും കാണുമ്പോൾ ഫോൺ സ്റ്റാൻഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. കൈവിരലുകൾ നിവർത്തിയും മടക്കിയും ചെറിയ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അതേസമയം മൊബൈൽ ഫോണിൽ നിന്നും പുറന്തള്ളുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ വളരെ അപകടകരമാണ്. തലച്ചോറിലെ ട്യൂമർ, ഉമിനീർ ഗ്രന്ഥിയിലെ ക്യാൻസർ എന്നിവയ്ക്കാണ് ഇത് കൂടുതലും കാരണമാകുന്നത്. അതുപോലെ തന്നെ ഫോൺ സിഗ്നൽ തകരാറുകൾ ഉള്ളപ്പോൾ ഉപയോഗിക്കുന്നതും അപകടകരമാണ്. ഈ സമയത്ത് പുറപ്പെടുവിക്കുന്ന അമിതമായ റേഡിയേഷനുകൾ നമ്മുടെ ശരീരത്തിലേക്കും തലച്ചോറിലേക്കും അതിവേഗം എത്തപ്പെടും. ഇത് നമ്മെ വേഗത്തിൽ മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുത്തും. സ്മാർട്ട് ഫോൺ പിങ്കി എന്നത് മെഡിക്കൽ പദമല്ലെങ്കിലും ഇതൊരു യഥാർത്ഥ അവസ്ഥയാണ്. 60% സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിലും ഇത് കണ്ടുവരുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി മുതൽ സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓർത്ത് വെച്ചേക്കണേ. പിന്നൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്നതും ഒരു മൊബൈൽ ഫോണിലായിരിക്കും അല്ലേ? തീർച്ചയായും അത് കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് us.